പാകിസ്ഥാൻ എന്നുള്ള ഒരു ആണവ രാജ്യം 3 ദിവസം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഏറുപടക്കം പോലും ഇങ്ങോട്ട് വീണില്ല എന്നുള്ളത് കൊണ്ട് UAE ഈസ് വെരി ഹാപ്പി. കാരണം UAEയുടെ ഇത്ര വലിയ സാധനം ഉണ്ടായിട്ടും അവിടെ ഒന്ന് വീണു ഇറാൻ്റെ ഇത് പോലും എത്രയോ അപ്പുറത്തുനിന്ന്. നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തെയും DGP ഒക്കെ ഇത് എത്രത്തോളം ദോഷകരമായി ബാധിച്ചേക്കും? കഴിഞ്ഞ കുറച്ച് ദിവസമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്ന ചില ചലനങ്ങളൊക്കെ കാണുമ്പോൾ യുദ്ധം ഒരുപക്ഷെ വിചാരിച്ച സ്ഥലത്ത് നിൽക്കാൻ സാധ്യതയില്ല. നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ എണ്ണയെ ഉപയോഗിക്കരുത്, പപ്പടം എടുത്തിട്ട് പൊള്ളിച്ച് കഴിക്കണം എന്നല്ല. യു റെഡ്യൂസ് 10%. ഉറപ്പാണ് രാസവളങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഏതാണ്ട് ഇപ്പോൾ 150 കോടിയോളം ജനങ്ങൾക്കുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ള നമ്മുടേതായ കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് UAE എടുത്തൊരു തീരുമാനം. അവരേതാണ്ട് 30 ദശലക്ഷം ടൺ ഓയിൽ, ക്രൂഡ് ഓയിൽ they are decided to stock in India. More than that, they will pay the rent and we can also utilize in the critical period. അപ്പോൾ സൗത്ത് ഇന്ത്യയിലായിരിക്കാം ഈ 30 ദശലക്ഷം ടൺ ഓയിൽ, ക്രൂഡ് ഓയിൽ സൂക്ഷിക്കുന്നതെങ്കിൽ വലിയ ബെനിഫിറ്റ് ആയിരിക്കും. മറ്റെല്ലാ രാജ്യങ്ങളിലും വില കൂടിയതിൻ്റെ ചാർട്ടുണ്ട് നമുക്കറിയാം. ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് വില കൂടിയേക്കുന്നത്. 15 വർഷം മുമ്പ് കൊക്കക്കോള ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കൊക്കക്കോള കുടിക്കുള്ളൂ വെച്ചാൽ യു ഹാവ് എ തംസ് അപ്പ്. പാചകവാതക എണ്ണയുടെ ഉപയോഗം, അതുപോലെ തന്നെ വിദേശ ബ്രാൻഡുകൾ ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വിദേശ ബ്രാൻഡുകളൊക്കെ ഒഴിവാക്കി സ്വദേശിയായ കാര്യങ്ങൾ മേടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തക്കതായ ഇന്ത്യയിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ള നമ്മുടേതായ കാര്യങ്ങളുണ്ടോ അത്രയ്ക്ക് ഉപയോഗിക്കാനുള്ള? 2 ചോദ്യങ്ങളാണ് മിക്സ് ചെയ്ത് വന്നത്. അതിൽ ഒന്ന് വളരെ പ്രധാനമായിട്ടുള്ളത് ഭക്ഷ്യ എണ്ണയുടെ കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് എത്രത്തോളം, കാരണം ഇത് കേരളത്തിൽ ഒരുപാട് ഗുണമുള്ള കാര്യം കൂടിയാണ്. ഭക്ഷ്യ എണ്ണ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 25-26 ദശലക്ഷം ടൺ ആണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. വി ആർ നോട്ട് ഫുൾ സഫിഷ്യൻറ്റ്. പ്രത്യേകിച്ച് സോയാബീൻ, അതേപോലെ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, ഇതെല്ലാം ഇന്ത്യയിലേക്ക് ഒരു 90% ഇറക്കുമതി ചെയ്യുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ എണ്ണയെ ഉപയോഗിക്കരുത്, പപ്പടം എടുത്തിട്ട് പൊള്ളിച്ച് കഴിക്കണം എന്നല്ല. യു റെഡ്യൂസ് 10%. ഒരു 10% എന്നാൽ തന്നെ ഇത് എനിക്ക് ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് 16,000 ദശലക്ഷം ടണ്ണോ മറ്റെയാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഒരു 1.8 ബില്യൺ ഒരു കണക്കുകൾ, പല കണക്കുകൾ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു ഇത്രയും ബില്യൺ, ഒരു 2 ബില്യൻ്റെ അടുത്തുള്ള എമൗണ്ട് വ്യത്യാസം വരും. 10% കുറച്ചാൽ 10% കുറച്ചാൽ നിങ്ങളുടെ ആരോഗ്യം നന്നാവും, രാജ്യത്തിൻ്റെ ആരോഗ്യം നന്നാവും, സാമ്പത്തിക ആരോഗ്യം നന്നാവും. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് ഇനിയും കൂടിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം 87,000 ടൺ കൂടി എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ അത്രയേറെ ഇത് പലതും മിസ്യൂസും കൂടെയാണ്. 2 ഉപയോഗിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അതാണല്ലോ ഇത്രയും കാണുന്നത്. ജനസംഖ്യ കൂടിയതിൻ്റെ ഒരു ഇത് മാത്രമല്ല, ഇത്രയും ജനസംഖ്യ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ആയിട്ടില്ലല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സാധാരണക്കാരും ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. കാരണം സാമ്പത്തിക വരുമാനം വന്നാണ്. അതുകൊണ്ട് ഇത് കണക്ക് 3 ഇരട്ടി കൂടിയത് ടോട്ടലി തെറ്റെന്നല്ല കൂട്ടണ്ടേ. പക്ഷേ പെർ പേഴ്സൺ ഉപയോഗിക്കുന്നത് 3 ഇരട്ടി ആയിട്ടുണ്ട്, 2 ഇരട്ടി ആയിട്ടുണ്ട് എന്നുള്ളത് വിൽ ബി എ അലാമിങ് സിറ്റുവേഷൻ. അപ്പോൾ അത് കുറയ്ക്കണം. 1. 2, ഈ ഇന്ത്യയിൽ സത്യത്തിൽ കേരളത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാം ഓയിൽ എക്സ്പോർട്ടേഴ്സ് ഒരു ഡീറ്റെയിൽഡ് ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഈ കേരളത്തിൽ നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഹാർട്ട് അറ്റാക്ക് വരും എന്നെല്ലാം പറഞ്ഞാണ് ഒരു കാലഘട്ടത്തിന് മുൻപ് നമ്മളെ കൊണ്ട് ഈ പാം ഓയിൽ ഉപയോഗിച്ച് പഠിപ്പിച്ചത്. അത് മറ്റ് രാജ്യങ്ങളിൽ സർപ്ലസ് വന്നപ്പോൾ നമ്മളെ ഉപയോഗിപ്പിച്ചാണ്. അവിടെ നിലത്തൊഴുക്കി കളയേണ്ട ഗതികേട് വന്നപ്പോൾ ദേ ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ടു അസ്. വില കുറച്ച് വിറ്റു, എന്നിട്ട് ഗ്രാമങ്ങളിലൊക്കെ ഇത് മുഴുവൻ പഠിപ്പിച്ചു, എന്നിട്ട് ചെയ്തു. ഇതെല്ലാം ഇപ്പോൾ ബിസ്ക്കറ്റിലടക്കം ഇന്ന് പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് വലിയ ക്വാണ്ടിറ്റിയിൽ. ഇത് ഗുണകരമല്ലാന്ന് പല പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. പാം ഓയിലാണ് ശരിക്കും വില്ലൻ എന്നാണ്. അതെ, ഹാർട്ട് അറ്റാക്കിനൊക്കെ വില്ലൻ. പിന്നെ ഇത് ഒരു പക്ഷേ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ടാണ്, ഇപ്പോൾ ഫിലിപ്പൈൻസിലോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തോ ഈ പാം ഓയിൽ ഉപയോഗിച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് ജനിതകരമായി ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കാരണം 10-20 തലമുറകളായിട്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ലൈഫ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇൻറ്റേർണൽ ഓർഗൻസ് അങ്ങനെയായിട്ടുണ്ടാവാം. വി ആർ നോട്ട് റീച്ച് അപ് ടു ദാറ്റ് മാർക്ക്.
നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. അത് നമ്മളുടെ കുട്ടികളും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. മറ്റൊരു ഓയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോൾ അടിക്കുന്ന വണ്ടിയിലേക്ക് പെട്ടെന്ന് ഡീസൽ അടിച്ചാലുള്ള പ്രശ്നം പോലെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പൊതുവെ നോക്കുകയാണെങ്കിൽ വിദേശ സാധനങ്ങളോടുള്ള ഒരു അഭിനിവേശം രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതലല്ലേ. നമുക്കിവിടെ എന്തുണ്ടെങ്കിലും നമുക്ക് പുറത്തുനിന്ന് കിട്ടിയാൽ ഒരു സന്തോഷമാണ്, അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ കൂടുതൽ. അത് ഒരു വിദേശ അടിമത്ത മനോഭാവം. ബ്രിട്ടീഷ് രാജ്യങ്ങൾ, ബ്രിട്ടീഷ് ഭരണം പോയാലും പ്രത്യേകിച്ച് കൂടുതലും മലയാളികൾക്ക് വിദേശ ഭാഷയോട് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇംഗ്ലീഷൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല. എൻ്റെ മകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുക. പല മലയാളം ചാനലുകളിലും മംഗ്ലീഷ് പറയുന്നവർക്കാണ് ആങ്കറിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നല്ല മലയാളം അല്ല എന്നുള്ളത്. രണ്ട്, ഇപ്പോൾ നോക്കൂ, വിദ്യാർത്ഥികൾ മുഴുവൻ പോകുന്നത് ഓക്സ്ഫോർഡിന് അടുത്തുള്ള ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി. ഓക്സ്ഫോർഡും ഇതൊന്നുമല്ല പലരും പഠിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വാഴ സിനിമയിലൊക്കെ കാണിച്ചതുപോലെ ഏതെങ്കിലും എന്താ കൂത്താട്ടുകുളത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഉള്ള, ഓക്സ്ഫോർഡ് എറണാകുളത്താണെങ്കിൽ ഇടുക്കിയിലോ എവിടെയെങ്കിലും ഉള്ള ഏതോ ഒരു ലണ്ടനിലെ സ്കൂളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമായും തങ്ങളുടെ കുട്ടികൾ അങ്ങനെ പഠിക്കണമെന്നുള്ളതൊരു ഭാഗ്യമായും കരുതുന്നതാണ്. ഒരു ബ്രിട്ടീഷുകാരനോ ഇംഗ്ലീഷുകാരനോ നമ്മളുടെ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ ബൈബിളിലോ ഉള്ള കാര്യം പറഞ്ഞാൽ ശാസ്ത്രീയമാണ്. ഇത് ഒരു മാനസിക അടിമത്തമാണ്. അതിൽ നിന്നാണ് മോചനം നേടേണ്ടത്. അതുകൊണ്ട് ഡയന ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് ഇത്തരത്തിൽ ഒരു മാനസികമായ മുന്നേറ്റം ഉണ്ടാവണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സ്വദേശി പ്രൊഡക്റ്റ്. മേ ബി ദ ക്വാളിറ്റി 10% ലെസ്, പക്ഷേ സ്റ്റിൽ വി ക്യാൻ. നമ്മൾ ടെക്നോളജി വാങ്ങിക്കരുതെന്നല്ല, ടെക്നോളജി ഉപയോഗിക്കണം, പക്ഷേ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് മുൻഗണന നൽകണം. അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ള നിർബന്ധം വേണ്ട, പക്ഷേ ഒരു ശ്രദ്ധ വേണം. ഇതുണ്ടെങ്കിൽ, ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ വി ഷുഡ് സെലക്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജൈവ കൃഷിയിലേക്ക് തിരിയുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യയിലെ കർഷകരുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, കൃഷിയുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ജൈവ കൃഷിയിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമല്ല. രാസവസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് തന്നെയാണ് കൃഷി മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ അതൊരു ഇതിൽ ഒരു മാറ്റം വരില്ലേ? അതിനൊരു കുറവ് സംഭവിക്കില്ലേ ഇവിടെ? എക്സലന്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ചോദിച്ച ചോദ്യം രാസവളങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ ഒരു ഇതിൻ്റെ ഉറപ്പാണ്. രാസവളങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഏതാണ്ട് ഇപ്പോൾ 150 കോടിയോളം ജനങ്ങൾക്കുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്, വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഈ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ ധാരാളം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യ തന്നെയാണ് അരിയുടെ കാര്യത്തിലായാലും ഗോതമ്പിൻ്റെയും മറ്റു പല കാര്യങ്ങളിലും നമ്പർ 1. എന്നാൽ വി ആർ ഓൾസോ എക്സ്പോർട്ടിങ്, വി ഹാവ് എ സർപ്ലസ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് കുറവുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിൻ്റെ എക്കണോമി കാണണം, അഗ്രികൾച്ചർ എക്കണോമി കാണണം. നമുക്ക് സർപ്ലസ് ഉള്ള ചില പ്രൊഡക്റ്റുകൾ, അതിൽ തന്നെ ഇപ്പോൾ ബസുമതി റൈസ്, അതിൽ തന്നെ ചില ബ്രാൻഡുകൾ, അതിൽ വിദേശത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് അത് ഓർഗാനിക് പ്രൊഡക്റ്റുകൾ കൂടി സൃഷ്ടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ ക്രിയേറ്റ് അനദർ മാർക്കറ്റ്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി, ഇപ്പം നമ്മുടെ വിപണിയിലെ അസ്ഥിരതയൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദേശ ധാന്യ ശേഖരത്തെയും DGP ഒക്കെ ഇത് എത്രത്തോളം ദോഷകരമായി ബാധിച്ചേക്കും? ഞാൻ കുറച്ചുകൂടി മോശമായ സിറ്റുവേഷനിലേക്ക് പോകുമോ എന്ന് ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്ന ചില ചലനങ്ങളൊക്കെ കാണുമ്പോൾ യുദ്ധം ഒരുപക്ഷെ വിചാരിച്ച സ്ഥലത്ത് നിൽക്കാൻ സാധ്യതയില്ല. ട്രംപ് ഇനി പൂർണ്ണമായി കീഴടങ്ങിയാൽ പോലും യുദ്ധത്തിൻ്റെ നാശനഷ്ടങ്ങൾ, അതിൻ്റെ കെടുതികൾ കുറച്ച് നാൾ കൂടി ഉണ്ടാകും എന്ന് നമ്മളെല്ലാം വിചാരിച്ചിരുന്നു. ഉക്രൈൻ USSR വാർ, റഷ്യൻ വാർ, ഉക്രൈനെ പോലുള്ള ചെറിയ രാജ്യത്തിന് റഷ്യക്ക് ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് കരുതിയവരാണ് നമ്മളെല്ലാവരും. അതെന്തുകൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല? ഒരു റഷ്യയുടെ സൈനിക ശക്തിയുടെ മുൻപിൽ ഉക്രൈൻ ഒന്നുമല്ല. വിദേശ രാജ്യങ്ങൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും, ഇപ്പോൾ ഫൈറ്റർ ജെറ്റ് കൊടുക്കാം, പക്ഷേ പൈലറ്റ് വേണ്ടേ ഉക്രൈന്? അത് US-ൻ്റെയും കൊറിയയുടെയും ഫൈറ്ററൊന്നും അല്ല അവിടെ, ഫൈറ്റേഴ്സൊന്നും അല്ല അവിടെ നിൽക്കണം. ഇത്രയും നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷയില്ല. യുദ്ധങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവസാനിക്കുന്നത്. തുടങ്ങാൻ ഈസിയാണ്, അവസാനിപ്പിക്കാൻ പറ്റണമെന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ യുദ്ധത്തിൻ്റെയും അതൊന്നും അത്ര ഈസി അല്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് UAE എടുത്തൊരു തീരുമാനം എത്രത്തോളം മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചർച്ച ചെയ്തേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവരേതാണ്ട് 30 ദശലക്ഷം ടൺ ഓയിൽ, ക്രൂഡ് ഓയിൽ, ദേ ആർ ഡിസൈഡഡ് ടു സ്റ്റോക്ക് ഇൻ ഇന്ത്യ. ഇതിൻ്റെ അർത്ഥം
and more than that they will pay the rent and we can also utilize in the critical period. ഓക്കെ. സോ സച്ച് എ ഡിസിഷൻ 30 ദശലക്ഷം ടൺ എല്ലാ രാജ്യത്തിൻ്റെ ഇവിടെ ഇരിക്കും, നമുക്ക് ആവശ്യമുണ്ട് ഉപയോഗിക്കാം, അതിനുള്ള റെൻറ്റും കിട്ടും. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ടത് കാര്യം? ഐ ബിലീവ് ദാറ്റ് ഇത് നമ്മുടെ S-400ൻ്റെ ഒരു ഇന്ത്യനൈസേഷൻ, പാകിസ്ഥാൻ എന്നുള്ള ഒരു ആണവ രാജ്യം 3 ദിവസം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഏറുപടക്കം പോലും ഇങ്ങോട്ട് വീണില്ല എന്നുള്ളത് കൊണ്ട് UAE ഈസ് വെരി ഹാപ്പി. കാരണം UAEയുടെ ഇത്ര വലിയ സാധനം ഉണ്ടായിട്ടും അവിടെ ഒന്ന് വീണു, ഇറാൻ്റെ ഇതുപോലും എത്രയോ അപ്പുറത്തുനിന്ന്. ഇവിടെ ഒരു പടക്കം എറിയാൻ പോലും വീഴുന്ന സ്ഥലത്തേക്ക് ഒരു ഡ്രോൺ പോലും വന്നില്ല എന്നുള്ളത്. സോ ദേ ആർ വെരി ഹാപ്പി ദാറ്റ്. അതെ. അപ്പോൾ ഈ സാധനം അവിടെ UAEയിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ അവിടെയും സൂക്ഷിക്കുന്നുണ്ടാവും. ഡു നോട്ട് കീപ്പ് യുവർ ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നുള്ള ബിസിനസ് തന്ത്രം പോലെ ഇത് സൂക്ഷിക്കാൻ ഇന്ത്യയാണ് സേഫ്, ഇന്ത്യയാണ് ചീപ്പ്, ആൻഡ് ഇന്ത്യയാണ് ട്രഡീഷണലി വാട്ട് യു കോൾ ദ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു രാജ്യം. ദേ വിൽ നോട്ട് ചീറ്റ് യു. ചൈനയെ പോലെ മറ്റു രാജ്യങ്ങളെ പോലെ ചീറ്റ് ചെയ്യില്ല എന്നുള്ളതും, അതും സൗത്ത് ഇന്ത്യ ആയാൽ. കാരണം ഇനിയിപ്പോൾ എവിടെ നിന്ന് മിസൈൽ വന്നാലും എനി ഓർഗനൈസേഷൻ ഗെറ്റ് അഡീഷണൽ ടൈം ടു പ്രിവെൻറ്റ് ദിസ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലായിരിക്കാം ഈ 30 ദശലക്ഷം ടൺ ഓയിലും ക്രൂഡ് ഓയിൽ സൂക്ഷിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി വലിയ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നൊക്കെ യുദ്ധത്തിൻ്റെ സോഫ്റ്റ് നേട്ടങ്ങളാണ്. യുദ്ധം ഇല്ലാതിരുന്നതിൻ്റെ ഒരു ആയുധം പ്രയോഗിക്കാതിരുന്നതിൻ്റെ, നിയന്ത്രിച്ചതിൻ്റെ സോഫ്റ്റ് നേട്ടമായിട്ട് ഞാൻ പറഞ്ഞു. ഇത്രയും ധാരാളം കാര്യങ്ങളുണ്ട്. ഈ 2 യുദ്ധങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് യുദ്ധം നടന്നാലും അതിൻ്റെ പല കെണികളും ഇന്ന് കേരളത്തിലെ ഏത് കുഗ്രാമത്തിലേക്കോ അഫക്റ്റ് ചെയ്യും. അത് ഇതൊരു ലോകം ഒരൊറ്റ സിറ്റിയായിട്ട് മാറിയിരിക്കുന്നു. ഇതിൻ്റെ കണക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ ഗുണമുണ്ട് കേട്ടോ, യുദ്ധത്തിന് പല ഗുണങ്ങളുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ S-400 നമ്മൾ മേടിക്കുകയും ഈ ദശലക്ഷം ഇത് വന്നതും യുദ്ധത്തിൻ്റെ മറ്റൊരു ഗുണവും കൂടിയാണ്. അവരുടെ ഫ്രജൈലിറ്റി കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു, അത് നേട്ടമാക്കി മാറ്റി. പക്ഷേ ചില ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പെട്രോളിയം പ്രൊഡക്റ്റിൻ്റെ ഈ പറയുന്ന ഒരു നിയന്ത്രണമൊക്കെ വരുന്നത്. നമ്മൾ മുറുക്കി ഉടുക്കാൻ തയ്യാറാവണം കുറച്ച് നാളത്തേക്കെങ്കിലും. കാരണം ഹൈഡ്രജനൊന്നും ഉടനെയൊന്നും വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് റഷ്യൻ ഓയിലും ആണ് ഇവിടെയും ഈ പറയുന്ന സൗത്ത് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഓയിലും. അവിടെ രണ്ടിടത്തും യുദ്ധവും. ഇത് ഒരു വളരെ പ്ലാൻഡായിട്ട് നടന്നതാണോ എന്ന് വരെ സംശയിക്കുന്നവരുണ്ട്. ഈ ഓയിലിന് പകരം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാൻ, നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ അമിതമായി ഇത്തരം കാർബൺ പ്രൊഡക്ഷനുകൾ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ഓയിലിൻ്റെ പ്രൊഡക്ഷനിലാണ് കാർബൺ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതും ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധകമാകുന്നത് ഈ കാർബൺ പ്രൊഡക്ഷനാണ്. ഇത് നിയന്ത്രിച്ചേ പറ്റൂ. ഞാൻ നിരന്തരം പറയാറുണ്ട്. കാരണം നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരൊറ്റ മഴയിൽ തകർന്നു പോകാനുള്ള ജീവതയുള്ളൂ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം. നല്ല ഒരു മഴ 2 ദിവസം നിന്ന് പെയ്തു കഴിഞ്ഞാൽ എറണാകുളവും മറ്റ് പരിസര പ്രദേശങ്ങളും തീർന്നു പോകും. ഒരു ഡാം പൊട്ടിയാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല, 3-4 ജില്ല ബാക്കി ഉണ്ടാവില്ല. ഒരു അതിശൈത്യവും. ഇനി വരാൻ പോകുന്നത്, കേരളത്തിൽ വരാൻ പോകുന്നത് ജലദൗർബല്യമായിരിക്കില്ല, അമിതമായി മഴ പെയ്യലും പിന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും ഭയങ്കര ഉഷ്ണവും. ഇതായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിനെ നേരിടണമെങ്കിൽ ഈ കാർബൺ കുറച്ചേ പറ്റൂ. ഭൂമിയെ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ചെയ്യുന്ന വലിയ കുറ്റമായിരിക്കും. അപ്പോൾ യുദ്ധം പോലെ തന്നെ കുറ്റകരമായിരിക്കും. നിയന്ത്രിച്ചാൽ നമുക്ക് ഭാവി അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ അതൊരു കുറച്ച് ഓക്സിജനും കുറച്ച് സൂര്യ വെളിച്ചം മാത്രം പോരല്ലോ ജീവിക്കാൻ. വി ഹാവ് ടു റിസർവ് സംതിങ് ഫോർ ദം. അതുകൊണ്ടാണ് ഇത്തരം യുദ്ധങ്ങളെ കുറച്ചുകൂടി അവധാനതയോടെ കാണാനായിട്ട് ഇത്തരം ഒരു 2-3 തലമുറയ്ക്കപ്പുറം കാണുന്ന അല്ലെങ്കിൽ കാണേണ്ട രാഷ്ട്ര നേതാക്കൾ, അതായത് റിയൽ പൊളിറ്റീഷ്യൻസ്, അവർ അത്തരം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയന്ത്രണം വരുത്തുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞ കുറേ നാളുമെങ്കിലും 50 രൂപയ്ക്കോ 60 രൂപയ്ക്കോ പെട്രോൾ വിൽക്കായിരുന്നു ഇപ്പം ബാരലിന് വന്നപ്പോൾ. പക്ഷേ വി ആർ ജസ്റ്റ് നിയന്ത്രിക്കുന്നത്, ഈ വരുമാനം മാറ്റിവെക്കുന്നതും ഇത്തരത്തിൽ സാധാരണക്കാരന് ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും വീട്ടിലേക്കല്ല ഈ പണം പോകുന്നതെന്നും മനസ്സിലാക്കാൻ അറിയാൻ നല്ലത്. ഇപ്പം ഈ 7 നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പരാജയങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാണ്ട് അതിനുവേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ വിലക്കയറ്റമൊക്കെ ജനങ്ങളുടെ തലയിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ വെച്ചേക്കുന്നതെന്നാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്?
രണ്ട് കാര്യം കൊണ്ട് ഇത് തെറ്റാണ്. ഒന്ന്, ഇത് ആദ്യമായി പറയുന്നതല്ല. ഈ പറയുന്ന നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും അതിൻ്റെ ചിദംബരമായാലും എല്ലാവരും ഇത് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റൊന്നുമല്ല. ആ കാലഘട്ടത്തിലും ഉണ്ടാവും, ഭയന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാര്യങ്ങൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകാത്തത് കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് ജനഹിതം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻ അനുസരിച്ചിട്ട് ഒരു രാഷ്ട്ര നേതാക്കൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ ഇത് പറയുന്നത് തെറ്റൊന്നുമില്ല. രണ്ട്, അന്നത്തതിനേക്കാൾ വളരെ വ്യത്യസ്തമായി ഇന്ന് ഒരു ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം അനിയന്ത്രിതമായിട്ട് ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ സമ്പത്തെടുത്ത് ഉപയോഗിച്ചോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഖജനാവ് ഒരു മുടിയനായ പുത്രന് തുറന്നിട്ട് കൊടുക്കുന്ന പോലെയാണ്. അതൊരിക്കലും രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളോട് കടപ്പാടുള്ള ഒരു ഭരണാധികാരിക്കും പറ്റുന്ന കാര്യമല്ല. ഇത് ഇന്ന് നോക്കൂ, പെട്രോൾ വിലയുടെ കാര്യത്തിൽ മറ്റെല്ലാ രാജ്യങ്ങളിലും വില കൂടിയതിൻ്റെ ചാർട്ടുണ്ട് നമുക്കറിയാം. ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് വില കൂടിയേക്കുന്നത്. ദുബായിൽ പോലും UAE പോലും അല്ലെങ്കിൽ സൗദിയിൽ പോലും പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് കൂടുതലാണ്. പലയിടത്തും കിട്ടാനില്ല. പല രീതിയിലും ഇപ്പോൾ ഗ്യാസ് ആയാലും പെട്രോൾ ആയാലും ഡീസലായാലും കിട്ടുന്നില്ല. പക്ഷേ അവിടെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവലിനുള്ള ബേസിക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നോക്ക്, നമുക്കിപ്പോൾ എറണാകുളത്ത് തന്നെ എയർപോർട്ടിനടുത്ത് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ പമ്പ് വന്നു കഴിഞ്ഞു. ഇപ്പം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫ് ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. നമ്മളുടെ ഏറ്റവും ചീപ്പസ്റ്റ് കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫുകൾ. ഇറ്റ്സ് വെരി ലോങ്, വെരി കോസ്റ്റ്ലി. അപ്പം നമുക്ക് വേണ്ടത്ര പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. വി ആർ വെൽ സെറ്റിൽഡ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമ്മൾ ഈ പറയുന്ന സോളാർ ആയാലും ഈ പറയുന്ന പുനരുപയോഗ എനർജിയുടെ ക്യാപ്റ്റന്മാരായി നമ്മൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉപയോഗത്തിൽ ഒരു പക്ഷേ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏറ്റവും വില കുറഞ്ഞ ഹൈഡ്രജൻ സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറും. ഇപ്പം അതേപോലെ തന്നെ ഇപ്പം കൂടംകുളത്തടക്കം നമ്മൾ ഈ പറയുന്ന അക്ഷയപാത്രം എന്ന് വിളിക്കുന്ന ഒരു എനർജി റീപ്രൊഡക്ഷൻ, അതിൻ്റെ ഉപയോഗിക്കുന്ന എനർജി അതിൻ്റെ ഇരട്ടി കൂടുതൽ ഫ്യൂവൽ കിട്ടുന്ന തരത്തിൽ, എന്താണ് അതിൻ്റെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, അത്തരം ഒരു ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ എനർജി സർപ്ലസ് രാജ്യത്തിലേക്ക് നമ്മൾ കടക്കും. പക്ഷേ ഏത് എനർജി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ചീപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് ഉപയോഗിക്കുന്ന എനർജി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ പെട്രോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഇലക്ട്രിക് കാർ ഓടിക്കില്ല. നമ്മൾ ഗ്യാസിൽ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, ഇലക്ട്രിക് ഓവൻ ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കരുത് എന്നാണ് ഈ പറയുന്ന എക്കണോമിക്സ് നമുക്ക് തരുന്ന നിർദ്ദേശം. വി ഹാവ് ടു ബി പ്ലാൻഡ് അക്കോർഡിംഗ് ടു ഇറ്റ്. എന്താണെങ്കിലും കുറച്ച് കാലത്തേക്കൊക്കെ വ്യക്തിപരമായ സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി കൂടി അല്ല, അതിനകത്ത് എല്ലാം വ്യക്തിപരമായ സൗകര്യം മാറ്റിവെക്കാനല്ല, ചോയ്സ്. നിങ്ങൾ എന്താണ് ഉപയോഗിക്കണം നിങ്ങൾ നിശ്ചയിക്കണം. അതിവിടെ അവൈലബിൾ ആണോ എന്ന് നിശ്ചയിക്കണം. നിങ്ങൾക്കിപ്പം ഒരു 15 വർഷം മുമ്പ് കൊക്കക്കോള ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കൊക്കക്കോള കുടിക്കുള്ളൂ എന്ന് വെച്ചാൽ യു ഹാവ് എ തംസപ്പ്, ലോക്കൽ മെയ്ഡ് തംസപ്പ് ഉണ്ട്. ഇപ്പോൾ കാമ്പാക്കോള വീണ്ടും വിറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ബൈ ലോക്കൽ. നിങ്ങൾക്ക് മറ്റത് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും, കുറച്ചൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഉപയോഗിക്കരുത് എന്നല്ല, റെസ്ട്രിക്ഷൻസ് വരുന്ന ഉദ്ദേശിച്ചിട്ടുള്ളൂ. നന്ദി.